മാം എന്താ ഇംഗ്ലീഷിൽ സംസാരിക്കാത്തെ? മാം എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊക്കെ പറയും. പക്ഷെ മാം എപ്പോഴും മലയാളത്തിലാണല്ലോ സംസാരിക്കാറെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. സോ അവരുടെ അടുത്തൊക്കെ എന്ത് മറുപടിയാ പറയാനുള്ളത്? See, it's not that I don't know how to speak in English. I know how to speak in English. That too well. I believe well. I don't want to exaggerate on anything. But the thing is, അത് ഷോ ഓഫ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലത്. ഇറ്റ്സ് നോട്ട് എ പ്ലാറ്റ്ഫോം ഫോർ മീ ടു ഷോ ഓഫ് ഹൗ മച്ച് ഇംഗ്ലീഷ് ഐ നോ, ഹൗ ഫ്ലുവൻറ്റ് ഐ ആം ഇൻ ദിസ് ലാംഗ്വേജ്. ഈ ഒരു പ്ലാറ്റ്ഫോം എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഷോ ഓഫ് എന്നുള്ളതിലുപരി എൻ്റെ സ്റ്റുഡൻസിന്, ബേസിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എങ്ങനെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇംഗ്ലീഷിൽ സംസാരിച്ച് അവരെ ടെൻഷൻ എടുപ്പിക്കാതെ ഞാൻ പഠിച്ചതുപോലെ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് കാരണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. മാം എങ്ങനെ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത്? അത് എനിക്ക് ആക്ച്വലി ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. എനിക്ക് ആക്ച്വലി പഠിക്കുന്നത് തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇംഗ്ലീഷ് എന്നുള്ള കാര്യം വിടട്ടെ, ഐ എം നോട്ട് ലൈക്ക് എൻ അബോ ലൈക്ക് I wouldn't say even that I'm an above average student. I was an average student. അത്രേ ഞാൻ പറയത്തുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് പഠിത്തം എനിക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു ഒരു 4th സ്റ്റാൻഡേർഡ് വരെ. താല്പര്യമില്ലായിരുന്നു. സ്കൂളിൽ പോകുന്നു വരുന്നു അങ്ങനെ. ബട്ട് ദെൻ 5th സ്റ്റാൻഡേർഡിൽ ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് സാറ് വന്നു. അപ്പം ആ ഇംഗ്ലീഷ് സാറ് ഹിസ് വേ ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. രജിത് സർ എന്നാണ് പേര്. ഇപ്പോഴും ആളുണ്ട്, ഇപ്പോഴും സെയിം സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം പുള്ളി എന്താണെന്ന് വെച്ചാൽ പുള്ളി കഥകളിലൂടെയാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹി ഹാഡ് ദിസ് വെരി വെരി യുണീക്ക് ടെക്നിക് ടു ടീച്ച് ഗ്രാമർ. സത്യമായിട്ടും ആളുകൾ ഗ്രാമർ ഭയങ്കര പാടാണ്, ഗ്രാമർ പഠിച്ചത് ഇംഗ്ലീഷ് പഠിക്കില്ല എന്ന് പറയുമ്പോൾ ഇത്രയും ഞാൻ അഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ബേസിക് ഗ്രാമർ രജിത് സാർ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പഠിപ്പിച്ചത്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അതിനുശേഷമാണ് ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല എല്ലാ സബ്ജക്ട്സും ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ടീച്ചേഴ്സ് നന്നായിട്ട് ലൈക്ക് ഒരു പരിധി വരെ കേട്ടോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ വുഡൻ സേ ടീച്ചേഴ്സ് ശരിയാവാത്തതും കൊണ്ട് മാത്രമാണ് സ്റ്റുഡൻസ് പഠിപ്പിക്കാത്തത്, അങ്ങനെ ഞാൻ പറയില്ല. ഒരു പരിധി വരെ ടീച്ചേഴ്സ് കുറച്ചൊന്ന് നൈസ് ആണെങ്കിൽ സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. സോ അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ, അതാണ് പുള്ളി കഥകളൊക്കെ പറഞ്ഞു തന്നെ. ഷെർലക് ഹോംസിൻ്റെ കഥകൾ ഡെയിലി സാർ നന്നായിട്ട് വായിക്കാണ്. സാർ വന്ന് ക്ലാസ്സിൽ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ കേട്ട് എനിക്കിത് വായിക്കണം, എനിക്ക് ഈ കഥ വായിക്കണം, അങ്ങനെ സാറിനോടൊരു ഇഷ്ടം, പിന്നെ സാറിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്. സോ അതാണ്, ദാറ്റ് വാസ് മൈ ജേർണി. അങ്ങനെ നമ്മളൊരു തിയറിറ്റിക്കലായിട്ട് പഠിച്ചു. പിന്നെ അന്നത്തെ കാലം പോലെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലെയല്ല. ഇപ്പോൾ യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. യു ഹാവ് social media platforms where you can speak to anyone in English, like just ഒരു വോയിസ് മെസ്സേജ് ആർക്ക് വേണം, ഏത് സ്ട്രേഞ്ചറിന് വേണമെങ്കിലും അയക്കാം. സോ ദാറ്റ് വാസ് നോട്ട് ദ തിങ് വെൻ ഇറ്റ് വാസ് മൈ ടൈം. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ എന്നോട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കും, ഇംഗ്ലീഷ് കാർട്ടൂൺസ് കാണുമായിരുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. ബട്ട് നൗ people have a lot of platforms to learn English. English Mitra is one among them. We have thousands and English Mitra is just one among them. അപ്പം യു കെൻ ഇമാജിൻ. അപ്പം ഇപ്പോഴെന്ന് പറയുന്നത് എൻലെസ് ആണ്, ഓപ്പർച്യൂണിറ്റി സ്കൈ ഇസ് ദ ലിമിറ്റ്. അപ്പം ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ആരും പഠിക്കാത്തതിന്റെ പ്രശ്നം മാത്രമല്ല, അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മാം ഇപ്പൊ എത്ര നാളായി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഇത് എൻ്റെ 9th ഇയർ ആണ്. 8th ഇയർ കംപ്ലീറ്റ് ചെയ്തു. 2025 എൻ്റെ 9th ഇയർ ആണ്. ടച്ച് വുഡ് അടുത്ത വർഷം കൂടി കണ്ടിന്യൂ ആയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ 10 years ആവും. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കും, ഹോപ്പ്ഫുള്ളി. ഇത് കണ്ടിട്ടെങ്കിലും. ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഐ നെവർ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് മൈ കോളിംഗ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സമയമില്ല, ഒരു പ്രായമില്ല, ടീച്ചേഴ്സിനെ കൊണ്ട് വലിയ ശല്യമാണ് സ്കൂളിൻ്റെ ആ ഒരു പ്രായത്തിൽ. ഇപ്പം ഒരു +2 വരെ ഐ വാസ് നോട്ട് ഷുവർ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇംഗ്ലീഷ് ഇഷ്ടമായിരുന്നു, അത് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണം, റൈറ്റർ ആവണം അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ. ഐ ഡോണ്ട് നോ, ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പം സൗണ്ട്സ് വെരി ഓൾഡ് അല്ലേ അങ്ങനെ പറയുമ്പോൾ, ബട്ട് ആക്ച്വലി ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ ലൈക്ക് ഹാഫ് ഓഫ് ദം ദേ ഹാവ് ദിസ് ക്ലിയർ കട്ട് ഐഡിയ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ബട്ട് ഐ ഓൺ ദ അതർ ഹാൻഡ് ഡിഡ്ന്റ് ഹാവ് എനി ഐഡിയ. ഐ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ആവണം, നല്ല സാലറി കിട്ടുന്നൊരു ജോലി വേണം, അങ്ങനെ. ബട്ട് എങ്ങനെയോ ആണ് ടീച്ചിങ് എന്നുള്ളൊരു കോൾ വന്നത്. ജസ്റ്റ് ഒന്ന് ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് ടീച്ചിങ് എടുത്തത്. ബട്ട് ലൈക്ക് ഇറ്റ് ക്ലിക്ഡ് വൺസ് യു ഗെറ്റ് ദാറ്റ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ടീച്ചർ എന്നുള്ള ജോലിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ അതർ ജോബ്സ് ടു പ്ലീസ് യു.
ആ വേറെ ജോലികൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരാൻ പറ്റില്ല. ഇൻസ്റ്റന്റേനിയസ് ആണ്. ഡോക്ടേഴ്സിനും ടീച്ചേഴ്സിനുമാണ് റിസൾട്ട് നമ്മൾ കാണണം. നമ്മുടെ കുട്ടികൾ നമ്മൾ 1 വർഷം വരെ പഠിപ്പിച്ചു. അപ്പോൾ 1 വർഷം പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർക്കുള്ളൊരു ഗ്രോത്ത്, ഐ എം നോട്ട് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഇംഗ്ലീഷ്, അല്ലാതെയുള്ള അവർ ആസ് എ പേഴ്സൺ ഗ്രോ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണണം. ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ടു ബി എ ടീച്ചർ ഇസ് ദ ബെസ്റ്റ് തിങ്. ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് കരിയേഴ്സ് then I would definitely suggest teaching. മാം ഇംഗ്ലീഷ് ലേൺ ചെയ്യുന്നതിന്റെ ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ എന്തെങ്കിലും ഒന്ന് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ സൂര്യോട് പറഞ്ഞില്ലേ, ഈ സമയമല്ല ആ സമയം. അപ്പൊ അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പേരൻസും അവെയർ ആണ്, കുട്ടികളും ഒരു തരത്തിൽ അവെയർ ആണ്. ഇംഗ്ലീഷ് പഠിച്ചുള്ള ഇതെന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളും ഭയങ്കര അംബീഷ്യസ് ആണ്. 12th കഴിഞ്ഞ ഉടനെ എബ്രോഡ് പോകാനാണ്. അപ്പൊ അവർക്കൊരു ഐഡിയ ഉണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്ത് വേണം. പേരൻസിനാണെങ്കിലും അറിയാം ഇംഗ്ലീഷ് പഠിക്കണം കുട്ടികൾ, എന്നാലേ ജോബ് ഇന്റർവ്യൂ, ഞങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നം ഞങ്ങളുടെ കുട്ടികൾ ഫേസ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാലും പേരൻസിന് തന്നെ എങ്ങനെ നിങ്ങളുടെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം, അങ്ങനെ നമ്പർ ഓഫ് വീഡിയോസ് ഓൾ അറൌണ്ട് യൂട്യൂബിലുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ ഇതൊന്നുമില്ലായിരുന്നു. വി ഡിഡൻ ഹാവ് ദ മീൻസ്, വി ഡിഡൻ ഹാവ് എൻ ഐഡിയ, ഒന്നുമില്ല. എനിക്ക് തന്നെ അറിയില്ല എന്തിനാ ഇംഗ്ലീഷ് പഠിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിച്ച് ഭയങ്കര വലിയ ജോലി കയറണം അങ്ങനെ വിചാരിച്ച് പഠിച്ച ഒരാളല്ല. ഇംഗ്ലീഷിനോടൊരു താല്പര്യം തോന്നി, ലാംഗ്വേജ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി. എനിക്ക് അത് എൻ്റെ സാറ് സംസാരിച്ചതുപോലെ എനിക്കും ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് വലിയ വലിയ വാക്കുകളൊക്കെ യൂസ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയതിൻ്റെ പുറത്ത് പഠിച്ചതാണ് ഞാൻ. അപ്പം അന്ന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ആരോട് സംസാരിക്കാനില്ല, നമുക്ക് ഫ്രണ്ട്സിനോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് തരാൻ ആരും ഇല്ലായിരുന്നു. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വേഗ് മെമ്മറി ആണ് കേട്ടോ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഞാനൊരു 18 years ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ മലയാളത്തിലുള്ള കാർട്ടൂൺസ് വന്നു തുടങ്ങിയത്. ഈ ഡോറ ബൂജി, അതുവരെ കാർട്ടൂൺസ് ഇംഗ്ലീഷാണ്. അതിലൊരു നിക്കലോഡിയൻ ഉണ്ടാവും, ഒരു കാർട്ടൂൺ നെറ്റ്വർക്ക് ഉണ്ട്, പോഗോ ചാനലുണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നല്ല കാർട്ടൂൺസ് ഒക്കെ കാണുമ്പം നമുക്ക് പിക്ചേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സെന്റൻസസിന്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ എൻ്റെ അനിയനും കൂടി ഇതൊക്കെ ഒന്ന് മിമിക് ചെയ്യായിരുന്നു. ഈ സെന്റൻസസ് ഒക്കെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് അങ്ങനെയാണ് ഒരു പരിധി വരെ ഞാൻ പഠിച്ചത്. പിന്നെ അതിനുശേഷം ഒരു 18+ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകുമ്പോൾ വി ഡിഡൻ ഹാവ് എ ചോയ്സ്, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ബട്ട് എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ഒരു 8th ഒക്കെ ആയപ്പോൾ ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. കാരണം ആ പാഷൻ, ആഗ്രഹമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല, നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചെടുക്കും. സോ ഇതാണ് ചാലഞ്ചസ്. നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ആരുമില്ല, കറക്റ്റ് ചെയ്ത് തരാനും ആരും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പൊ ഇല്ലല്ലോ, ഇംഗ്ലീഷ് മിത്ര ഉൾപ്പെടെ എന്തോരം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. privileged ആണ് നമ്മളെല്ലാരും. അതെ, ഈ ഒരു സമയത്ത് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആളുകൾ ഓപ്പർച്യൂണിറ്റീസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ബട്ട് ദേ ഹാവ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം പല ആളുകളും പറയാറുണ്ട് ഫീസ് ഇല്ല, പഠിക്കാനായിട്ട് ഫീസ് ഇല്ല. ബട്ട് ദേ ഹാവ് എ ലോട്ട് ഓഫ് വീഡിയോസ് ടു ലേൺ ഫ്രം, അല്ലേ? Free ആയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വി നോ എമൗണ്ട് ഓഫ് വാട്ട് ഡു യു സേ നോളജ് ദേ ഹാവ്, ദേ ഹാവ് ഇൻ ഹാൻഡ്. പക്ഷെ അതാരും യൂസ് ചെയ്യുന്നില്ല. ആ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പം ഡിസഡ്വാൻറ്റേജ് ഇല്ല, കംപ്ലീറ്റ്ലി അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ഇപ്പൊ നേരത്തെ ടീച്ചിങ്ങിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞല്ലോ, ടീച്ചിങ് ഭയങ്കര ആ. സംഭവമാണെന്നൊക്കെ. അപ്പം ഹൗ ഡു യു എൻജോയ് ടീച്ചിങ് സ്പോക്കൺ ഇംഗ്ലീഷ്? Of course, I enjoy teaching spoken English. But I think, see, spoken English എന്ന് പറയുമ്പോൾ there might be the thing is that politically incorrect ആയി പോകും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും I wouldn't say that എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയില്ല. That would be utterly വളരെ മെനി വേസ് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും. അങ്ങനെയല്ല. ബട്ട് ഇഫ് യു വോണ്ട് ടു ഹാവ് എ ബെറ്റർ ലൈഫ്, ഇംഗ്ലീഷ് ക്യാൻ ഹെൽപ്പ് യു. അങ്ങനെ പറയാമല്ലോ, ഇംഗ്ലീഷ് ക്യാൻ ഹെൽപ്പ് യു അലോട്ട്. ഇംഗ്ലീഷ് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മണ്ടന്മാർ, അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. ഒരാളുടെ സ്മാർട്ട്നെസ്സോ ഇൻ്റലിജൻസോ ഒന്നും അളക്കാനുള്ള ഒരു അളവുകോലല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാത്ത എന്നെക്കാട്ട് സ്മാർട്ടായിട്ടുള്ള ഒത്തിരി ആളുകളെ, കേപ്പബിൾ ആയിട്ടുള്ള ഒത്തിരി ആളുകളെ എനിക്കറിയാം. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ബട്ട് നിങ്ങൾക്ക് ഒരു ബെറ്റർ ജോബ് വേണം, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വേണം, അല്ലെങ്കിൽ പുറത്ത് പോകണം, അങ്ങനെ ഒന്ന് സക്സീഡ് ചെയ്യണം, ഒരു പരിധിയിൽ കൂടുതൽ സക്സീഡ് ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ ഇംഗ്ലീഷ്. എല്ലാത്തിൻ്റെയും കൂടി ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടെന്നല്ല, എല്ലാത്തിൻ്റെയും കൂടി ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നല്ലൊരു കമ്പനിയിൽ ജോബിന് പോകുമ്പോൾ ഇത് ക്ലയൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഓഫീസിൽ, അതൊന്നും ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇന്റർവ്യൂ ഇംഗ്ലീഷിലായിരിക്കും, അല്ലേ? അതായത് ആളുകൾ അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷും സ്മാർട്ട്നെസ്സിനെയും കൂടി ഒരുമിച്ചാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് അറിയാം,
ഹീ സ്മാർട്ട്, ഓ നല്ല നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, ഹി മസ്റ്റ് ബി സ്മാർട്ട്. സോ അതുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ദർ ഇസ് നത്തിങ് അത് ബ്രേക്ക് ചെയ്യാനുള്ളൊരു വഴിയില്ല. അപ്പോൾ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. സോ അപ്പം നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ട് ഒരാൾക്ക് ബെറ്റർമെന്റ് വരുന്നു, ഒരാൾക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നു, ഒരാൾക്ക് ജോലി കിട്ടുന്നു, അതൊക്കെ കേൾക്കുമ്പം ഇറ്റ്സ് ആക്ച്വലി വണ്ടർഫുൾ. എൻ്റെ എത്രയോ സ്റ്റുഡൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് മാം എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് എക്സാമിൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റി, എനിക്ക് ഇൻ്റർവ്യൂവിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി, എനിക്ക് പ്രൊമോഷൻ കിട്ടി, അങ്ങനെയൊക്കെ പറയാൻ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നു, നമുക്ക് ഫീഡ്ബാക്ക് തരുന്നു, റിവ്യൂസ് ഒക്കെ തരുമ്പം ഇറ്റ്സ് ആക്ച്വലി എ പ്ലഷർ. അപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ഒരു നെസസിറ്റി ആയിട്ട് മാറുന്നത് കൊണ്ട് അത് പഠിപ്പിക്കുന്നതിൽ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ thoroughly എൻജോയ് ഇറ്റ്. നമ്മളിപ്പോ പലതരത്തിലുള്ള സ്റ്റുഡൻസിനെ കാണുന്നുണ്ടല്ലോ. ഈ ഷൈ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട്. അവരുടെ അടുത്ത് എന്തെങ്കിലും ടിപ്സോ? ഷൈ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് എന്നല്ല എന്തൊരു കാര്യം സംസാരിക്കാനുള്ളൊരു മടിയാണ്. അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ എം നോട്ട് ആസ്കിങ് യു ടു സ്പീക്ക് എവ്രിവെയർ. എല്ലായിടത്തും പോയി നിങ്ങളുടെ ഷൈനസും നാണവും ഒക്കെ മറന്ന് സംസാരിക്കണം എന്നല്ല. ആവശ്യമുള്ള സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എല്ലാവരോടും സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫ്രണ്ടിൻ്റെ അടുത്താണോ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത് അവരോട് പ്രോപ്പറായിട്ട് സംസാരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് നിങ്ങൾ സംസാരിച്ചാൽ മതി. ഐ വുഡൻ സേ ലൈക്ക് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ആൻഡ് ഇറ്റ്സ് എ കണ്ടീഷൻ. അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് സ്നാപ്പ് ചെയ്തൊന്നും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ലെറ്റ്സ് ഫേസ് ഇറ്റ്. ചില ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കും, ഇംഗ്ലീഷിന്റെ കാര്യമല്ല കേട്ടോ. ചില ആളുകൾക്ക് ഒരു ഇൻഹിബിഷനും നാണോ ഒന്നും ഇല്ലാതെ അവരെ ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യും. ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് താല്പര്യമുള്ള ആളുകളുമായിട്ട് മാത്രം സോഷ്യലൈസ് ചെയ്യും, അങ്ങനെയാണ്. അല്ലാതെ അവർ ആരോട് സംസാരിക്കില്ല എന്നല്ല. സോ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് താല്പര്യമുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ട്രെയിനറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക. അങ്ങനെ ചെയ്യുക. ഐ ഡോണ്ട് വാണ്ട് യു ടു കം ഔട്ട് ഓഫ് യുവർ ഷെൽ കംപ്ലീറ്റ്ലി. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. മാം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്, അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റ്, എൻ്റെ ബ്രദർ ആള് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ അവൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, എല്ലാത്തിനെ കുറിച്ചൊരു അറിവുള്ള ആളാണ്. അപ്പം അവന്റെ ലാംഗ്വേജ് എന്നെക്കാട്ടും ബെറ്റർ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വേർഡാണ് പേസ്റ്റൽ കളർ. ആക്ച്വലി ഇറ്റ്സ് നോട്ട് പേസ്റ്റൽ, ഇറ്റ്സ് പാസ്റ്റൽ ആണ്. സോ അവൻ എന്നെ കളിയാക്കി ഇത് ചെയ്തിട്ടുണ്ട്. എന്ത് തേങ്ങ പറയുന്നത്, പാസ്റ്റലാണ്, പേസ്റ്റൽ അങ്ങനെ സംഭവമില്ല, ഇറ്റ്സ് പാസ്റ്റൽ എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ അപ്പോഴാണ് ഞാൻ നോക്കുന്നതും ഓക്കെ സത്യമാണ്, ഇറ്റ്സ് പാസ്റ്റൽസ്, അത് കറക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മിസ്ചീവിയസ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇറ്റ്സ് മിസ്ചീവിയസ് അല്ല, ഇറ്റ്സ് മിസ്ചീവസ്. അത് ഇവനാണ് എന്നെ കറക്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. സോ പിന്നെ അതുപോലെ തന്നെ ഡിസ്കസ് അബൌട്ട് നമ്മൾ പറയില്ലേ, യു ഡോണ്ട് ഹാവ് ടു സേ ഡിസ്കസ് അബൌട്ട്. അതിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നോട് പറയും, മാം ഡിസ്കസ് അബൌട്ട് എന്നുണ്ടോ? അപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ്, എവറി ഡേ വി ആർ നോബഡി ഈസ് പെർഫെക്റ്റ്. ഐ വുഡൻ സേ ഓർ അസ്യൂം ദാറ്റ് ഐ ആം പെർഫെക്റ്റ്. സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരും, ബിക്കോസ് അപ്പാരൻ്റ്ലി മൈ മദർ ടങ് ഇസ് മലയാളം ആണ് എൻ്റെ മദർ ടങ്. സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി മിസ്റ്റേക്സ് വരും. അത് നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള. ആക്ച്വലി ഡിസ്കസ് അബൌട്ട് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ പേരിൽ ഒരു ഇമ്പോസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിസ്കസ് അബൌട്ട് ഇല്ല, ഡിസ്കസ് മാത്രമേ ഉള്ളൂ. ഡിസ്കസ് തന്നെ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത്, അബൌട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യം. അതെ, ഇതെന്റെ ഒരു സ്റ്റുഡന്റ് ആണ് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ അങ്ങനെ കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ മീഡിയ തന്നെ ഭയങ്കര തെറ്റിദ്ധരിപ്പിക്കുന്ന, ഹാവ് യു സീൻ ദ മൂവി ഇംഗ്ലീഷ് കണ്ടിട്ടുണ്ടോ? അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലേ, എന്താ എന്തുകൊണ്ടാണ് ദ USA, ദ UK, ദ ഇന്ത്യ? പിന്നെ ടീച്ചറിന് പോലും ഒരു മറുപടി ഇല്ലാതെ ടീച്ചർ ഇങ്ങനെ ബ്ലിങ്കസ് അടിച്ച് നിൽക്കുന്നത്. വാട്ട് ബ്ലണ്ടർ! അതിന് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് നമ്മുടെ കൾച്ചറിനെയോ നമ്മളെ ഇൻഫീരിയർ ആയിട്ടോ കാണുന്നോണ്ടല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം രാജ്യങ്ങളിലൂടെ, ദ യുണൈറ്റഡ് കിങ്ഡം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ കൺട്രി ഓർ എനിത്തിങ്. അതൊരു കൂട്ടമാണ്. ദ എമിറേറ്റ്സ്, അതൊരു കൺട്രി അല്ല. ദ USA, അതൊക്കെ ഗ്രൂപ്പാണ്. നമ്മുടെ ഇന്ത്യ സിംഗിൾ ആയിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോ കുറെ കൺട്രികളുടെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു, കൺട്രീസിന്റെ ഒരു ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു അങ്ങനെ ദ യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. അതിങ്ങനെ ബ്ലിങ്കസ് അടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. പിന്നെ ഈ ഒരു സംഭവം ഉമ്മൻചാണ്ടി എത്രാമത്തെ
മറ്റേ മുഖ്യ ഇംഗ്ലീഷിൽ പറയാ, അത് ഹൗ മച്ച് എന്ന് പറയാൻ പറ്റുമോ, ഹൗ മെനിയത്ത് എന്ന് പറയാൻ പറ്റുമോ. സി ഇതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും മൊത്തത്തിൽ മിസ്ലീഡിംഗ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യം വരുമ്പോഴത്തേക്ക് അതുമില്ല, ഒന്നുമില്ല. വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ്, വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ, ന്യൂമറിക്കൽ ഓർഡർ എന്നൊക്കെ പറയും. പക്ഷെ വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ്? നമുക്ക് ഈ സ്ഥാനത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് ഓർഡിനൽ സ്റ്റാറ്റസ് ആണ് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് വിട്ടുപോകുമ്പോൾ ഈ സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ് ആയിട്ട് ലൈവിലും അതിലൊക്കെ വന്ന് ചോദിക്കും നമ്മുടെ അടുത്ത്, ഇതിന് ധൈര്യം ഉണ്ടെങ്കിൽ ഇതിന് മറുപടി പറയാം. സോ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ മിസ്റ്റേക്സ് കൂടുതലായിട്ടും കറക്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ അനിയനാണ്. പിന്നെ അല്ലാതെ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാമിന്റെ ഫേവറേറ്റ് വേർഡ് ഏതാ ഇംഗ്ലീഷിൽ? ഫേവറേറ്റ് വേർഡ് എത്രിയൽ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. എനിക്കറിയത്തില്ല, അതെനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുൾ എന്നുള്ള രീതിയിലാണ്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റാത്ത വിധം എന്നുള്ള പറ്റാത്ത രീതിയിൽ, അങ്ങനത്തെ ഒരു എന്നുവെച്ചാൽ റിയൽ അല്ല എന്നുള്ള രീതിയിൽ ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചില വാക്കുകളുണ്ടല്ലോ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്തോ ആളുകൾക്ക് ഇത് എന്താ സംഭവം, ഫ്ലാബഗാസ്റ്റഡ്, എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമുള്ള വാക്കാ. ഒന്നുമില്ല, വെരി സർപ്രൈസ്ഡ് എന്ന അർത്ഥം. വെരി സർപ്രൈസ്ഡ്, ഇപ്പം നമ്മളല്ലേ ഭയങ്കര സർപ്രൈസ്ഡ് ആയി, അത്രേ ഉള്ളൂ. വെരി സർപ്രൈസ്ഡ് എന്ന് പറയുന്നതിന് ഫ്ലാബഗാസ്റ്റഡ്. ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇതെന്തോ വലിയ കാര്യം ഞാൻ പറയുന്നതെന്ന് തോന്നുന്നു. ഒന്നുമില്ല. എന്ത് നിനക്ക് ഏറ്റവും ഇഷ്ടം, സൂര്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതാ? ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൺബറിങ് ഒരു വേർഡ് പണ്ട് ആരോ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ബൺബറിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ്, അതായത് ഐ തിങ്ക് ഏതൊരു ഡ്രാമയിലായിരുന്നു, ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഓത്തർ. അതിന്റെ മീനിങ് വരുന്നത് ഒരു റീസൺ ഇല്ലെങ്കിൽ, അതായത് ഇപ്പൊ ക്ലാസ്സിൽ നിന്നൊക്കെ നമുക്ക് മുങ്ങണമെങ്കിൽ നമ്മളൊരു വെറുതെ ഉടായ്പ റീസൺ പറയാമോ, അതിനെയാണ് ബൺബറിങ്. ഓ എന്തെങ്കിലും ഒക്കെ പറയാ പറഞ്ഞ് രക്ഷപ്പെടാം. അതിനെയാണ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ആ ഒരു അത് നോട്ട് ചെയ്യട്ടെ. ഒരു വേർഡ് ഭയങ്കര ലെങ്തിയാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആ ടൈമിൽ പഠിച്ചതുകൊണ്ട് എനിക്കത് ഓർമ്മയില്ല. ഹൊണൂർ, ഫിസിക്കബിലിറ്റി, ഓക്കെ മനസ്സിലായി, മറന്നുപോയി. അത് അങ്ങനത്തെ കുറെ വാക്കുകളുണ്ട്. ഇപ്പം ശശി തരൂർ ഇടയ്ക്ക് ഒന്ന് പറയില്ലേ, പക്ഷെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ദാറ്റ് ഈസ് ഹിസ് ലവ് ഫോർ ലാംഗ്വേജ് ആണ്. ഹി ലൈക്സ് ടു ലേൺ ലോങ് വേർഡ്സ്. അതാണ് സംഭവം. യു വോണ്ട് ബി യൂസിങ് ഇറ്റ്, അഥവാ യൂസ് ചെയ്താൽ ആളുകൾക്ക് മനസ്സിലാവില്ല. സോ ഇംഗ്ലീഷ് ഇസ് നോട്ട് അബൌട്ട് യൂസിങ് കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് or idioms. By the way, I love idioms. Idioms എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. It's not about using a lot of idioms, phrasal verbs, or using a lot of complicated words. It's all about എന്താ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് നമ്മുടെ കാര്യം ഫ്ലുവൻ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് കൺവേ ചെയ്യിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ഇംഗ്ലീഷ് ഇസ് അബൌട്ട്. കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഒത്തിരി വലിയ വാക്കുകൾ യൂസ് ചെയ്തിട്ട്, പക്ഷെ ഇഫ് യു ഹാവ് എ ലവ് ഫോർ ഇറ്റ്, ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ദാറ്റ് വോണ്ട് മൈ തിങ്സ് വിൽ വർക്ക് ഔട്ട് ഫോർ സേ 100 people. ബാക്കി വി ഹാവ് റെസ്റ്റ് ഓഫ് പീപ്പിൾ. സോ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ആൾക്കാരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഈ കൈൻഡ് ഓഫ് വേർഡ്സ്, ഇഡിയംസ് യൂസ് ചെയ്യാണെങ്കിൽ. മാമ കൂടുതൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാ? ഇംഗ്ലീഷ് ആണോ മലയാളം? അച്ഛനും അമ്മയും മലയാളികളാണ്. മലയാളം തന്നെയാണ്. ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു, എനിക്ക് ദേഷ്യം വരുമ്പോഴാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഇംഗ്ലീഷ് അങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യില്ല. ഐ വുഡൻ സജസ്റ്റ് ഓൾസോ. അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ എന്ത് പറയാൻ, ഇഫ് യുവർ പാരൻസ് നോ ഇംഗ്ലീഷ് ആൻഡ് ഓർ ഇഫ് യുവർ കിഡ്സ് നോ ഇംഗ്ലീഷ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാമെങ്കിൽ ഗോ ഹെഡ് യൂസ് ഇറ്റ്. ബട്ട് മൈ പാരൻസ്, എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇഫ് ഐ ടോക്ക് ടു മൈ ബ്രദർ, ഹീൽ ജസ്റ്റ് മേക്ക് ഫൺ ഓഫ് മീ ആൻഡ് നത്തിങ് എൽസ് ഇസ് ഗോയിങ് ടു കം ഔട്ട് ഓഫ് ദാറ്റ്. ഹീൽ സ്റ്റിക്ക് ഓൺ ടു മലയാളം. പിന്നെ എനിക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കും. അതുപോലെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡീപ് ഫീലിംഗ്സ് ഒക്കെ വൺസ് നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫീലിംഗ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഇംഗ്ലീഷിലാണ് ഓട്ടോമാറ്റിക്കലി വരും. ഓട്ടോമാറ്റിക്കലി എനിക്ക് ദേഷ്യം വരുമ്പോൾ ഇംഗ്ലീഷ് വരും. എനിക്കറിയത്തില്ല എന്താ കാര്യം. ദേഷ്യം അപ്പം ഞാൻ ഷേക്സ്പിയർ ആകും. എന്റെ ഉള്ളിലെ സിൽവിയ പ്ലാത്തൊക്കെ എണീക്കും. ആഹാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിൽ. അതർവൈസ് ഐ സ്റ്റിക്ക് ഓൺ ടു മലയാളം. ഓക്കെ. സോ നമ്മളിപ്പം കവർ ചെയ്തത് നിങ്ങളെപ്പോലത്തെ സ്റ്റുഡൻസ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ലൈക്ക് ദീസ്, പ്ലീസ് ഫീൽ ഫ്രീ ടു കോമെന്റ്. ഞങ്ങൾ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് സൂര്യ, ദിസ് ഇസ് രേവതി, സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mitra. Stop worrying,
start learning.